ഇന്ന് തിരുമന്ത്രം എന്ന് പറയുന്ന ഒരു കൃതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ കൃതിയെ കുറിച്ച് എടുക്കാനുള്ള കാരണം, ഗുരുദേവ കൃതികൾ പഠിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മഹാത്മാവാണ് തിരുമൂലർ. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന മഹാസിദ്ധനായ തിരുമൂലര് പറയുന്നത്, അദ്ദേഹം സാക്ഷാൽ ശിവപെരുമാളിന്റെ ശിഷ്യനായിരുന്നു അത്ര. അവര് 7 ശിഷ്യന്മാരായിരുന്നു. അതിൽ 4 പേരെ നമുക്ക് അറിയാം. സനത്കുമാരൻ, സനകൻ, സനന്ദനൻ തുടങ്ങിയതായ 4 പേര് ഗുരുകൃതികളിൽ വരുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരു ശിഷ്യനായിരുന്നു ഞാൻ എന്നാണ് അതിൽ തിരുമൂലർ പറയുന്നത്. അങ്ങനെ ഈ ശൈവ സിദ്ധാന്തങ്ങളെല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തെ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ദക്ഷിണ ഭാരതത്തിലേക്ക് അയച്ചു എന്നാണ് കഥ. അങ്ങനെ ദക്ഷിണ ഭാരതത്തിലെത്തി തിരുവാവാടുതുറ എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് തമിഴ്നാട്ടിലെ മയിലാടുതുറ ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ ചാത്തന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, നമ്മുടെ കൊല്ലത്തൊരു ചാത്തന്നൂർ ഉണ്ട്, അതല്ല, തമിഴ്നാട്ടിലൊരു ചാത്തന്നൂർ. അവിടെ തപസ് ചെയ്തു. അരശുമൂട്ടിൽ, അതായത് ആലിന്റെ കീഴിൽ തപസ് ചെയ്തു ഒരു ദിവസം. അപ്പൊ ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പേര് സുന്ദരർ എന്നാണ്. അദ്ദേഹം തപസ് ചെയ്ത് കുളിക്കാൻ ഒരു ദിവസം പോകുമ്പോൾ കുറച്ച് പശുക്കള് നിന്ന് കരയുകയാണ്. നോക്കിയപ്പോ മനസ്സിലായി അവരുടെ ഇടയൻ മരിച്ചു കിടക്കുന്നു. അങ്ങനെ അലമുറയിട്ട് കരയുന്ന ആ പശുക്കളുടെ സങ്കടം സഹിക്കവയ്യാതെ സുന്ദരർ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അയ്യോ പാവം പശുക്കൾ കരയണു, അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, മരിച്ച ആ വ്യക്തി ആട്ടിടയന്റെ ശരീരത്തിൽ ചെല്ലാം, എന്റെ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ കൂട് വിട്ട് കൂടുമാറുക എന്ന് പറയുന്നൊരു സമ്പ്രദായത്തില് ഈ ആട്ടിടയന്റെ ശരീരത്തിൽ, അയാളുടെ പേര് മൂലൻ എന്നാണ്, ആട്ടിടയന്റെ ശരീരത്തിൽ ചെന്ന് അയാൾ എഴുന്നേറ്റപ്പോ പശുക്കളെല്ലാം വളരെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്നാണ്. അങ്ങനെ അവര് പശുക്കൾ ഇങ്ങനെ മുന്നിൽ നടന്നു, മൂലൻ പുറകെ നടന്നു. ഇവരുടെ വീട്ടിലെത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തെ ചെന്ന് സ്വീകരിച്ചു. പക്ഷെ ഇയാളുടെ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ടപ്പോ അവർക്ക് തോന്നി, ഇത് എന്ത് പറ്റി, നിങ്ങൾക്ക് വല്ല വയ്യായിക ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ദിവസങ്ങൾ കടന്നു. മൂലൻ ധ്യാനിക്കുന്നു. പഴയ സ്വഭാവമൊന്നും അല്ല, പുതിയ സ്വഭാവം. ഒടുവിൽ ഈ സ്ത്രീ അവിടുത്തെ നാട്ടുകൂട്ടത്തിനോട് പറയുകയാണ്, ഇദ്ദേഹം കല്യാണം കഴിച്ചു, ഇപ്പൊ എന്നെ ശ്രദ്ധിക്കണില്ല, ഒരു സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞു. ഇയാൾ പറയുന്നു, ഞാൻ അയാളുടെ ഭാര്യയല്ല എന്നൊക്കെ പറയുന്നു. എന്താണ്? അങ്ങനെ നാട്ടുകൂട്ടം കൂടി. അപ്പൊ മൂലൻ പറഞ്ഞു, ഞാൻ ഒരു തപസ്യയാണ്. മൂലൻ ഇങ്ങനെ മരിച്ചു കിടന്നപ്പോ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ ഇയാളുടെ ശരീരത്തിൽ ചേർന്നാണ്. ഞാൻ ഇതിലെ നിന്ന് വിട്ടു പോയാൽ ഇപ്പൊ ഇയാൾ മരിച്ചു പോകും, എന്താ വേണ്ടത് എന്നായി. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ അങ്ങനെ പോകരുത്. അങ്ങനെ ഈ മൂലന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെയുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് തപസ് ചെയ്തു എന്നും 1 വർഷം കഴിയുമ്പോഴേക്കും തപസ്സിൽ നിന്ന് ഉണർന്നിട്ട് ഒരു ശ്ലോകം പറഞ്ഞു കൊടുക്കും. അങ്ങനെ 3000 ശ്ലോകങ്ങൾ
അപ്പോ 3000 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ്. തമിഴ് സിദ്ധന്മാർ അങ്ങനെയാണ്. അതുകൊണ്ട് തമിഴ് 3000 എന്ന് ഈ തിരുമന്ത്രത്തിന് പേരുണ്ട്. ആ തിരുമന്ത്രം അല്ലെങ്കിൽ തമിഴ് 3000ത്തിന് വേറൊരു പേര് തമിഴ് മാമറൈ, തമിഴിന്റെ വേദം എന്ന് പറയും. അതിൽ എന്തൊക്കെ വിഷയമാണ് എന്ന് ചോദിച്ചാൽ, ഗുരുദേവ കൃതികളിൽ കാണുന്ന സുബ്രഹ്മണ്യനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതും ആയ വിഷയങ്ങൾ ഒഴികെ ബാക്കി എല്ലാം അതിലുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഗുരുദേവ കൃതികളിലെ 64 കൃതികളും മലയാളം, തമിഴ്, സംസ്കൃതം. ആ വിഷയങ്ങളിലെ വിഷ്ണു സ്തുതിയും സുബ്രഹ്മണ്യ സ്തുതിയും ഒഴികെ ഉള്ള എല്ലാ വിഷയങ്ങളും ഈ 3000 തമിഴ് അല്ലെങ്കിൽ തമിഴ് വേദം എന്ന് പറയുന്ന ഈ കൃതികളിൽ നമുക്ക് കാണാം. അപ്പോ സ്വാഭാവികമായും നമുക്കൊരു സംശയം വരും, ഗുരുദേവൻ ഇതെല്ലാം പഠിച്ച അതുപോലെ ഇങ്ങനെ എഴുതി വെച്ചതാണോ? അല്ല. എതുപോലെയാണോ തിരുമൂലർ എന്ന സിദ്ധൻ സത്യത്തെ ദർശിച്ചത്, അതുപോലെ തന്നെ സത്യദർശിയും കാരുണ്യവാനുമായിരുന്നു ഗുരുദേവൻ. അതുകൊണ്ട് ഈ മഹാത്മാക്കളുടെ ജീവിതവും ഉപദേശവും ഒരുപോലെ ഇരിക്കും. ഞാൻ ചില വാക്യങ്ങൾ പറയാം, നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാകും ഇവർ തമ്മിലുള്ള സാമ്യം. ഒന്നേ ജാതി ഒരുവനേ ദൈവം, അതിന്റെ അർത്ഥം മനസ്സിലായി കാണും അല്ലെ? അതായത് മാനവ കുലത്തിലുള്ള എല്ലാവരും നമ്മൾ ഒരു ജാതിയാണ്. പശുക്കൾ ഒരു ജാതി, പക്ഷികൾ ഒരു ജാതി, മനുഷ്യൻ ഒരു ജാതി. ഒരുവനേ ദൈവം, ദൈവം എന്നത് ഒന്നു തന്നെ. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പല പേരുകൾ ഇട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദർശനമാല പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ധാനാദിവട്ടോ യസ്മാത് പ്രാദുരാസീദിദം ജഗത് സ ബ്രഹ്മ സ പരോ വിഷ്ണു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു ആലിന്റെ വിത്തിൽ നിന്നും വലിയ വൃക്ഷമായിട്ട്, ആ കുഞ്ഞു വിത്തിൽ നിന്നും വലിയ വൃക്ഷമായിട്ട് മാറുന്നത് പോലെ പരമ്പൊരുൾ ഒന്നേ ഉള്ളൂ. അതിൽ നിന്ന് വരുന്ന ആ ചൈതന്യത്തെ നമ്മൾ ശിവനെന്നും വിഷ്ണുവെന്നും ദേവി എന്നൊക്കെ വിളിക്കുന്നു. ആര് പറഞ്ഞു? ഗുരുദേവൻ പറഞ്ഞ. അതാണ് ഏകത്വ ദർശനം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതേ ആശയം പറയുന്നു, ഒരുവനേ ദൈവം. ആ ദൈവം എന്താണ്? പുല്ലാഹി പൂവായി എന്ന് പറഞ്ഞിട്ട് മനിതരായി ദേവതകളായി, ദേവന്മാരും മനുഷ്യരും പുല്ലും പുഴുവും, അതായത് മാനായതും മീനായതും നഖവും നഖം തുടങ്ങി എല്ലാം നീ തന്നെയാണ് എന്ന് ജനനീ നവരത്നമഞ്ജരിയിൽ പറയുന്ന ആശയമുണ്ട്. അമ്മേ, നീ തന്നെയാണ് എല്ലാം, ഈ ഞാനും നീയാണ്, നീ അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോ ഏത് ഈ ദൈവത്തെ കുറിച്ച് പറയുമ്പോഴും ഈ ഒരുമയുടെ സന്ദേശം, ആ ഏക സന്ദേശമാണ് ഗുരു പറയുന്നത്. അതാണ് തിരുമൂലരും അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം അഹിംസ. അഹിംസയെ കുറിച്ചൊരു കൃതിയുണ്ട്. ഇതിൽ പറയുന്നത് കൊല്ലാമൈ, ഏറ്റവും വലിയ ധർമ്മം മറ്റ് ജീവികളെ കൊല്ലാതിരിക്കുക. ജീവകാരുണ്യം ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ്. പിന്നീട് നമുക്ക് പരിചയമുള്ളൊരു ആശയമാണ് കള്ളുണ്ണാമൈ. കള്ളുണ്ണാമൈ എന്നാൽ മദ്യവർജനം. അഹിംസ,
സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം. ഇതാണല്ലോ പഞ്ചധർമ്മങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ഈ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളതായ തിരുമന്ത്രം ശൈവ ആഗമങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് 12 എണ്ണാണ്. ആ 12 തിരുമുറ എന്നാണ് അതിന് പറയുന്നത്. 10ാമത് തിരുമുറയാണ് ഈ തിരുമന്ത്രം എന്നത്. മന്ത്രം എന്താണെന്ന് നമുക്കറിയാം. തിരു എന്നുള്ളത് ശ്രീ എന്ന് പറയുന്നതിന് പകരം ശ്രേഷ്ഠമായ മന്ത്രം എന്ന അർത്ഥത്തിലാണ് തിരുമന്ത്രം എന്ന് പറഞ്ഞത്. അപ്പൊ ചോദിച്ചു, എന്താണ് ശ്രേഷ്ഠമായ മന്ത്രം? അതോ ഓംകാര പൊരുളാണ്. അതും ഇതുമല്ല, സദർത്ഥമല്ല, സച്ചിത് അമൃതവും എന്നായിട്ടുള്ള ആ ഓംകാര പൊരുളാണ് തിരുമന്ത്രം. ആ പൊരുള് തന്നെയാണ് ഈ ലോകത്ത് വിളങ്ങുന്നത്. ആ പൊരുളിനെ കരു എന്നാണ് ഗുരുവും തിരുമൂലരും പറയുന്നത്. കരുവിനെ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണ് വണങ്ങണമെന്നാണല്ലോ ആത്മോപദേശം തുടങ്ങുന്നത് തന്നെ. ആ കരു, അതിൻ്റെ വിലാസമാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതില്ലാതായാൽ ലോകമേ ഇല്ല. അപ്പൊ ഇത് കാണിക്കുന്നത് ഒരേ സത്യത്തെ 2 ആചാര്യന്മാർ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാനും. മറ്റൊരു കാര്യം നമുക്കറിയാം, ഗുരുദേവന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളത് അനുകമ്പ ദശകം തുടങ്ങുന്നൊരു വരിയുണ്ട്. ഒരു വീട എറുമ്പിനും വരുത്തരുത്, അല്ലെ? ഒരു എറുമ്പിന് വേദനിച്ചാൽ ഈ ഗുരുക്കന്മാർക്കും വേദനിക്കൂത്രേ. അപ്പൊ നമുക്ക് മനുഷ്യന് എന്തെങ്കിലും സങ്കടം വന്നാൽ ഇവർക്ക് സഹിക്കുവോ? ഇല്ല. ഇതുപോലെ മറ്റുള്ളവരുടെ സങ്കടം വന്ന് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ആചാര്യന്മാരാണ് ഈ പറഞ്ഞ തിരുമൂലരും. അതെ, അതുപോലെ കണ്ടല്ലോ, പശുവിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്തതാണ് സ്വന്തം ശരീരം ഉപേക്ഷിച്ച് മറ്റു ശരീരത്തിൽ ചേർന്നത്. ആ നിലയിൽ അനുകമ്പാശാലികളാണ്. ഇതും ഗുരുദേവന്റെ സവിശേഷമായൊരു സ്വഭാവമാണ് അനുകമ്പ മൂർത്തിയാണ് അത്രേ. അപ്പൊ അങ്ങനെ ഉള്ള നമ്മുടെ ഈ തിരുമന്ത്രം, അതിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, വേദാന്തം, അതായത് അദ്വൈതം അതിനകത്തുണ്ട്, യോഗ അതിലുണ്ട്, ശൈവഭക്തി ഉണ്ട്, സിദ്ധ ആയുർവേദം എന്ന് പറയുന്നത് പോലെ സിദ്ധ വൈദ്യം അതിലുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം വിജ്ഞാനങ്ങളാണോ, യോഗ, കർമ്മ, ജ്ഞാന തുടങ്ങിയതായ എല്ലാ വിജ്ഞാനത്തെക്കുറിച്ചും ഈ കൃതി പ്രതിപാദിക്കുന്നു. അതിലെ ആദ്യത്തെ ഒരു ശ്ലോകം ഞാൻ പറയാം, അത്രേ ഇന്ന് നടക്കുള്ളൂ. അതിനു മുമ്പ് ഞാൻ തുടങ്ങിയപ്പോൾ ചൊല്ലിയ ശ്ലോകമുണ്ട്. വിനായക കാർപ്പെന്നാണ് അതിന് പറയുന്നത്. വിനായകൻ നമുക്കറിയാം, ഗുരുവിന്റെ ഒരു കൃതി ഉണ്ടല്ലോ ഗണപതിയെ കുറിച്ചുള്ളത്. എന്താണ് അതിന്റെ പേര്? വിനായക അഷ്ടകം. അതേ ആ കൃതിയുടെ എസൻസ് ആണ് ഐന്ദു കരത്തനെ ആനേ മുഖത്തനെ. 5 കരം, 5 കരങ്ങളാ ഉള്ളേ. അതിൽ ഒരു കരം എന്താണെന്ന് നമുക്കറിയാം, തുമ്പിക്കൈയാണ്. ആനമുഖമാണ്, ഗജമുഖൻ ആണല്ലോ. ഇന്ദിൻ ഇളംപിറൈ പോലും എയ്ത്തനെ, ഇന്ദു ചന്ദ്രനാണ്.
ചന്ദ്രനെ പോലെ വെളുത്ത കൊമ്പ്, ഒരെണ്ണം പകുതിയുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ മനോഹരമായ കൊമ്പുള്ള, പിന്നെ എന്താണ്, ഇന്തിൻ ഇളംപിറൈ പോലുമെയ്ത്തനെ നന്ദി മകൻ തന്നെ. ആരുടെ മകനാണിത്? സാക്ഷാൽ നന്ദിദേവൻ, പരമശിവന്റെ പുത്രനാണ്. നമ്മൾ മലയാളികൾ പൊതുവെ നന്ദി എന്ന് പറയുമ്പോൾ പരമശിവന്റെ വാഹനമായിട്ടുള്ള നന്ദിയെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ തിരുമൂലര് പറയുന്ന നന്ദി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരനെ കുറിച്ചാണെന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോ നന്ദി മകൻ തന്നെ. പിന്നെന്താണ്? ജ്ഞാനക്കൊഴുന്തിനെ. ജ്ഞാനക്കൊഴുന്താണ്, വേദാന്ത പൊരുളെന്നാണ് ഗുരുദേവൻ പറയുന്നത്, അല്ലേ? വേദഖണ്ഡം, ജ്ഞാനത്തിന്റെ പൊരുള് ആണ് ഇവിടെ ഗണപതി. അങ്ങനെയുള്ളതായ ഗണപതിയെ പുന്തിയിൽ വൈത്ത്, പുന്തി എന്ന് പറഞ്ഞാൽ ബുദ്ധി, എന്റെ ഹൃദയത്തിൽ വെച്ച്, പോച്ചുഹിൻറേനെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ച് ഈ ജ്ഞാനസ്വരൂപനാകുന്ന മഹാഗണപതിയെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃതി തുടങ്ങുന്നത്. ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ പറഞ്ഞിരിക്കുന്ന ഒരു സ്തോത്രമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പറയാനിരിക്കുന്ന 2000-ലധികം ശ്ലോകങ്ങളെല്ലാം തന്നെ ഇതിന്റെ വിശദീകരണമാണ്. അതായത് ഗണപതി 5 കരം എന്നാണല്ലോ പറഞ്ഞത്. ഈ 5ന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ ആ പഞ്ചഭൂതങ്ങൾ കൂട്ടി ഇണക്കിയിട്ടാണ് ഓരോ സൃഷ്ടിയും നടത്തുന്നത്. അങ്ങനെയുള്ളതായ പഞ്ചഭൂതാത്മകമായ ലോകത്തില് ആനത്തലയോളം, ആനത്തല എന്ന് പറയുമ്പോൾ വലിയ തലയാണ്, എല്ലാത്തിനെയും അറിയുകയും കേൾക്കുകയും ചെയ്യാൻ വരുന്ന വലിയ തല. അങ്ങനെയുള്ളതായ ഗണപതിയെ സിംബോളിക്കായിട്ട് ഇവിടെ അവതരിപ്പിച്ചത് തിരുമൂലർ പറയാൻ പോകുന്ന തിരുമന്ത്രത്തിന്റെ പൊരുളുകൂടിയാണ്. അത് 1-ാമത്തെ ശ്ലോകം, ഇത് ധ്യാനമായിട്ടുള്ള ഒന്നാണ്. 1-ാമത് തുടങ്ങുന്നത് ഒன்றവൻ താനേ ഇരണ്ടവനിന്നരുൾ നിன்றനൽ മൂன்றிനുൾ നാൻകുണർந்தாൽ 5, ഇങ്ങനെ തുടങ്ങുന്നതാണ്. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ആ ഇതിൽ പറയുന്നത് ഒരൊറ്റ പൊരുൾ, ഒன்றവൻ താനേ, ഒരേ ഒരു പൊരുളേ ഉള്ളൂ. അതിനെ നമുക്ക് ഈശ്വരനെന്ന് വിളിക്കാം, ആത്മാവെന്ന് വിളിക്കാം, ബ്രഹ്മമെന്ന്, എന്ത് വേണേലും വിളിക്കാം. ആ ഒന്നിന്റെ ഒന്ന് തന്നെയാണ് 2, 3, 4, 5, 6, 7, 8 ആയിട്ട്. അഷ്ടമൂർത്തി എന്ന് ഭഗവാൻ ഒരു പേരുണ്ട്. ചിദംബരാഷ്ടകത്തില് അഷ്ടതനു പ്രതിഭാസുരലിംഗം എന്ന് ശിവ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ആ അഷ്ടമൂർത്തിയെ കുറിച്ച് ആണ് ഇവിടെ പറയുന്നത്. ലോകത്തിൽ കാണുന്ന 2, 3, 4 ഒക്കെ ആയിട്ട് മാറുന്ന എന്തും ഭഗവാൻ തന്നെയാണ്. അതിൽ പറയുന്ന 2-ാമത്തെ സംഭവം, അതായത് ഒன்றവൻ താനെ ഇരണ്ടവൻ ഇൻ അരുൾ. ലോകത്തിൽ ആർക്കൊക്കെയാണോ അരുൾ, അനുകമ്പ, സ്നേഹം ഉള്ളത്, ആ സ്നേഹം നീ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, അൻപേ ശിവം, സ്നേഹമാണ് ശിവൻ എന്ന് പറഞ്ഞാൽ. അപ്പോ നമ്മളിൽ നാം സ്നേഹം നിറയുമ്പോൾ, നാം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മളിൽ ശിവൻ ഉണരുന്നു. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നാം ശിവപൂജ ചെയ്യുന്നു. ഇതാണ് ഇവരുടെ ഈ ആചാര്യന്മാരുടെ പ്രത്യേകത. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട്
ശിവനെ പൂജിക്കുന്ന രണ്ട് രീതികൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ മനമലർ കൊയ്ത് മഹേശനെ പൂജിക്കുന്നത് സൃഷ്ടിജാലങ്ങൾ എല്ലാവരെയും മനസ്സുകൊണ്ട് പൂജിക്കുകയാണ്. ആ പൂജയുടെ പ്രത്യക്ഷമായ ഒന്നാണ് അവരെ സേവിക്കുക. അങ്ങനെ സേവിക്കുമ്പോൾ ആ ശിവപൂജ എന്താണ്? അല്ല, ജീവനെ സേവിക്കുന്നത് ശിവപൂജ തന്നെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഒരേ ചൈതന്യമാണ് പലതരത്തിൽ മാറുന്നത്. ഗുരുദേവ കൃതികളുടെ എസൻസ് അതാണ്. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപൂടി എന്ന് തുടങ്ങുന്ന ജനനീ നവരത്നമഞ്ജരി. ഒന്നിൽ നിന്ന് തന്നെയാണ് ത്രിപുടികൾ ഉണ്ടാകുകയും മറ്റെല്ലാം. അവസാനം പറഞ്ഞ കാര്യം നേരത്തെ സൂചിപ്പിച്ചു, മീനും മാനും മലയും പുഴയും എല്ലാം ആ ഒരേ ചൈതന്യത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ദർശനമാലയിൽ പറയുന്നു, ചൈതന്യാത് ആഗതം സർവം. ഒരേ ചൈതന്യത്തിൽ നിന്ന് തന്നെയാണ് എല്ലാം വന്നത്. അദ്വൈത ദീപികയിൽ പറയുന്നു, വിത്ത് ഒന്നുതാൻ വിവിധമായി വിലസുന്നു. ഒരേ വിത്ത്, അത് വിവിധമായിട്ട് ഇങ്ങനെ വിലസാണ്. അപ്പോൾ നാം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നമുക്ക് ഗുരുദേവ കൃതികൾ വായിച്ചു പോകുന്ന ആളുകൾക്ക് അതിൻ്റെ ഉള്ള് അറിയാൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് തമിഴ് വേദം എന്നറിയപ്പെടുന്ന തിരുമന്ത്രം. അതിൽ ഈ തിരുമന്ത്രത്തിലെ 3000 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു. ആ 3000വും തന്നെ ആഗമമാണ് എന്നും പറഞ്ഞു. ഇതിൽ ചില പദങ്ങൾ, ഇപ്പൊ ഗുരുദേവൻ ഉപയോഗിക്കുന്ന ചില പദങ്ങളുണ്ട്. കുരു, ഉരു, വെളി, ഇങ്ങനെ ചിലതായ 2 അക്ഷരങ്ങളുള്ള ധാരാളം പദങ്ങൾ ഗുരുദേവൻ ഉപയോഗിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ആ പദങ്ങളുടെ അർത്ഥം, അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഇതിലൂടെ കടന്നു പോകണം. എങ്കിൽ മാത്രമേ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അത് ഒന്ന് സൂചിപ്പിക്കുക എന്നതാണ് എൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം. മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ വായിച്ചു പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഇത് ഇന്ന കൃതിയിലുണ്ടല്ലോ എന്ന രീതിയിൽ പെട്ടെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യും. ഞാൻ ഈ ക്ലാസ് നമ്മുടെ പാലാരിവട്ടത്ത് ഗുരുദേവ സത്സംഗ സമിതി അവിടെ 1 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് ഒരു ശ്ലോകം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗുരുദേവ കൃതികളുടെ ഒരു 10ഓ 20ഓ ശ്ലോകങ്ങൾ കൂട്ടിച്ചേർത്ത് അവർക്ക് പറയാൻ സാധിക്കും. ആദ്യം അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോ വളരെ എളുപ്പത്തിൽ, ഉദാഹരണം പറഞ്ഞാൽ, മടൽ വിരി കൊன்றയൻ മായൻ പടത്ത ഉടലുമുയിരും ഉരുവം തൊഴാമൽ എന്ന് തുടങ്ങുന്ന ഒരു ഭാഗം. അതായത് നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞാൽ, ഗുരുദേവൻ പിണ്ടനന്ദിയിൽ പറയുന്നു, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും, അല്ലെ, എല്ലാം എണ്ണിപ്പിടിച്ച് ആണ് ശരീരം എന്ന് പറഞ്ഞു. അതേ കാര്യം കുറച്ചുകൂടി വിസ്തരിച്ച് തിരുമന്ത്രത്തിൽ പറയുന്നത്, 30ഉം 30ഉം 30 ചെപ്പം അതിനുടെ കോയിലുൾ വാഴുഭവ. 30ഉം 30ഉം എന്ന് പറഞ്ഞാൽ 60ആയി. പിന്നെ ഒരു 36 എന്ന് പറഞ്ഞാൽ 96. ഈ ശരീരം എന്ന് പറഞ്ഞാൽ 96 തത്വങ്ങളാണ്. ഇത് വേറൊരു രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. 5 5 മുടനൗ 6 8 മുടൻ എന്ന് പറഞ്ഞ്
ഹരിനാമ കീർത്തനത്തിൽ പറയുന്നു. അതായത് പഞ്ചഭൂതങ്ങളും അതിനോടനുബന്ധിച്ച പഞ്ച കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, പഞ്ചപ്രാണൻ, പഞ്ചഭൂതങ്ങള്, പഞ്ചവായുക്കള് തുടങ്ങി ഓരോന്നും വിസ്തരിച്ച് പറയുന്നുണ്ട്. ഈ 96 തത്വങ്ങൾ നിറഞ്ഞതാണ് അത്ര ശരീരം. ആ ശരീരത്തിൽ കുടികൊള്ളുന്നത് ആരാണ്? ആ നമ്മുടെ ഈ ശരീരത്തിൽ കുടികൊള്ളുന്നതാണ് പൊരുൾ, പരമ്പൊരുൾ. അങ്ങനെയുള്ളതായ ഈ പരമ്പൊരുള് ശരീരം വിട്ടുപോയാൽ പിന്നെ ഈ ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു വരി പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദേഹം നിജമല്ല ദേഹിയൊരുവനി ദേഹത്തിലുണ്ടറിഞ്ഞാടു പാമ്പേ. എന്നാലോചിച്ച് നോക്ക്. ദേഹം നിജമല്ല. ഈ ശരീരമില്ലേ, അത് എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞ് വിചാരിക്കരുതേ. പിന്നെയോ ദേഹി ഒരുവനെ, നമ്മളിൽ കുടികൊള്ളുന്നതായ ദേഹി മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. ഇപ്പൊ നമ്മളിൽ ഇരിക്കുന്ന പലർക്കും 60-70 വയസ്സൊക്കെ കഴിഞ്ഞവരുണ്ട്. പക്ഷേ ശരീരത്തിലാണ് മാറ്റം. നമ്മൾ എപ്പോഴും ചെറിയ കുട്ടിയുമാണ്, യുവത്വമുണ്ട് നമുക്ക്. കാരണം നമ്മുടെ ആത്മസ്വരൂപക്ക് മാറ്റമൊന്നുമില്ല. അതിന് യാതൊരു മാറ്റമില്ലാത്തതാണ്. അത് ആണ് ദേഹി. ആ ദേഹി എന്താണ്? ആ ദേഹിയാണ് പരമ്പൊരുൾ. അതിനെ കണ്ട് അറിഞ്ഞ് നീ ആടൂ എന്ന് പറയുന്ന, എന്നിട്ട് പറയണ ദേഹവും ദേഹിയും ഒന്നായി വിഴുങ്ങി ഏകനുണ്ടെന്നറിഞ്ഞാടുവാമ്പൻ. ആ ഏകൻ ആത്മസ്വരൂപത്തെ കുറിച്ച് ആണ് നമ്മൾ അറിയേണ്ടത്. ഇതുപോലെ നാം ഏത് ഭാഗങ്ങളിലൂടെ പോകുന്ന സമയത്തും പല സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലെ സിദ്ധ ആയുർവേദ സംബന്ധമായ വിജ്ഞാനങ്ങളുണ്ട്, മനോവിജ്ഞാനമുണ്ട്, അതുപോലുള്ളതായ യോഗ തുടങ്ങിയതായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഈ ഗുരുക്കന്മാർക്ക് ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ആത്മസ്വരൂപികളാവും. നമ്മൾ പുറം ലോകത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ കണ്ണുകൾ 5 ഉള്ളടക്കി ഉള്ളിനെ അറിയുന്നവരാണ്. അങ്ങനെയുള്ള മഹാത്മാക്കൾ എന്തിന് ഇത്തരത്തിലുള്ള കൃതികൾ തന്നു എന്ന് ചോദിച്ചാൽ, അതെല്ലാം ലോകത്തിലെ എല്ലാ മക്കൾക്കും നന്മയുണ്ടാവണം എന്ന ആഗ്രഹത്തോടുകൂടി അവരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോ സാധാരണ പുസ്തകങ്ങളൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് അവർക്ക് അവാർഡൊക്കെ കിട്ടുന്നത് പോലെ അതല്ല ഉദ്ദേശം. ഓരോ ഉപദേശങ്ങൾ പറഞ്ഞല്ലോ, തിരുമൂലർ ഒരു വർഷത്തിൽ എഴുന്നേറ്റ് വന്ന് കൊടുക്കുന്ന ഉപദേശമാണ്. അത് അറിയുന്ന, പഠിച്ചിരുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന ധാരാളം ആളുകൾ പഴയകാലം മുതൽ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അതെല്ലാം മറന്നു. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും എസൻസ് ഒറ്റ വാക്കിൽ പറയാൻ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: ധർമ്മമേവ പരംദൈവം, ധർമ്മമേവ മഹാധനം, ധർമ്മ സർവത്ര വിജയീ, ഭവതു ശ്രേയസേ നൃണാം. തിരുമന്ത്രത്തിന്റെ എസൻസ് എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒറ്റ ഇതാണ്. അപ്പോ ധാർമ്മികമായി മനുഷ്യൻ ജീവിക്കാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ നേടേണ്ട ഒന്ന് ധർമ്മമാണ്. ഏറ്റവും വലിയ ദൈവവും അത് തന്നെയാണ്. ആ നിലയിൽ ഉള്ളതാണ് ഇത്. കൂടുതൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 3000 ശ്ലോകത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ എസൻസ് ഇതാണ്. ആചാര്യന്മാർ പറയാറുണ്ടല്ലോ, ഇപ്പൊ വേദം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഓങ്കാരമേവ സർവവാക്ക്. ഓങ്കാരത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഓങ്കാരമാണ് വേദം എന്ന് പറഞ്ഞല്ല.
ആ വേദത്തെ വിട്ട് അറമില്ല വേദത്തിൽ, വേദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ധർമ്മം. ഭാര്യാധർമ്മം, ഭർത്തൃധർമ്മം, ഗുരുധർമ്മം, ശിഷ്യധർമ്മം, ഇങ്ങനെ എല്ലാവർക്കും ധർമ്മമുണ്ട്. ആ ധർമ്മം അനുസരിച്ച് ജീവിക്കേണ്ട ഒരാള് ഒരു കൂട്ടർ മനുഷ്യർ മാത്രമാണ്. അതെന്താ കാര്യം? മനുഷ്യർ മാത്രമാണ് ധർമ്മത്തെ വിട്ടു പെരുമാറുന്നത്. ഒരു പൂച്ചയോ നായയോ മറ്റേതെങ്കിലും പക്ഷികളോ അവരുടെ ധർമ്മം വിട്ട് ഒരിക്കലും പെരുമാറില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോ ആനയുണ്ട്, ആനക്ക് കൊണ്ട് നമ്മളൊരു ദിവസം പറയണത് ചിക്കൻ ബിരിയാണി തരാന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അതിന്റെ ഭക്ഷണം വെജിറ്റേറിയൻ ആണ്, അതേ കഴിക്കൂ, കഴിക്കേണ്ട സമയത്തെ കഴിക്കൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല, ഏത് സമയത്തും എന്തും കഴിക്കുന്നൊരു ജീവിയാണ്. എപ്പോഴും ഏത് സമയത്തും അനുവദിച്ചാലും ഉറങ്ങുന്ന ഒരു ജീവിയാണ്. അപ്പോ പ്രകൃതിയിലെ ഓരോ ജീവികൾക്കും അവരുടേതായ ധർമ്മമുണ്ട്. അത് മറന്നു പെരുമാറുന്നത് മനുഷ്യൻ മാത്രം. അപ്പൊ അവരെ ധർമ്മം എന്താന്ന് ഉപദേശിക്കാൻ വേണ്ടി പിറവിയെടുക്കുന്നവരാണ് ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാർ ഭരണാധിപന്മാർക്കും എല്ലാം അവർക്കും മേലെയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ തിരുമൂലർ ദേവൻ, അദ്ദേഹത്തിന്റെ സ്ഥലമാണ് തിരുവാവാടുതുറൈ. പത്രമൊക്കെ വായിക്കുന്നവർക്ക് വളരെ പരിചയമുള്ള ഒരു സ്ഥലമാണ് തിരുവാവാടുതുറൈ. അതെന്താ? അതായത് ചോള രാജാക്കന്മാരുടെ കാലഘട്ടം മുതൽ നടത്തിയിരുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ഒരു രാജാവ് പുതുതായി ഭരണമേൽക്കുമ്പോൾ ചെങ്കോൽ, ഈ ചെങ്കോല് രാജാവിന് കൊടുക്കും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ആ ചെങ്കോലിന്റെ ഏറ്റവും മുകളിൽ ഒരു നന്ദി ഉണ്ട്, കാള. അതെന്താണ്? അത് ധർമ്മം, നീതി തുടങ്ങിയതായ ആശയങ്ങളാണ്. പറയണ ഈ ധർമ്മമായിരിക്കും നിന്നെ ഭരിക്കേണ്ടത്, ധർമ്മം വിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സി രാജഗോപാലാചാരി പറഞ്ഞു, ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ മൗണ്ട് ബാറ്റനോട് പറഞ്ഞപ്പോ ശരി. അങ്ങനെ അന്ന് ഈ തിരുവാവാടുതുറയിലെ ആദീനം എന്നാണ് പറയുന്നത്, ശൈവ മഠത്തിന്റെ പേര് ആദീനം. ഇപ്പൊ നമ്മള് ശിവഗിരി മഠം എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ ഇതിന്റെ പേര് ആദീനം. അങ്ങനെ മൗണ്ട് ബാറ്റൻ പ്രഭു ജവഹർലാൽ നെഹ്റുവിന് ഈ ദണ്ട് അതല്ലെങ്കിൽ ചെങ്കോല് കൊടുത്തിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം കൈമാറുന്നത്. ഈ അടുത്ത കാലത്ത് അത് ഇതേ തിരുവാവാടുതുറയിൽ നിന്നും ചെങ്കോല് കൊണ്ടുപോയി ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ചു. ഇത് പറയാനുള്ള കാരണം, ഈ ഗുരുക്കന്മാരുടെ ഉപദേശമാണ് എല്ലാ കാലത്തും ഭരിക്കുന്ന ആളുകൾക്കും അധ്യാപകർക്കും കുടുംബനാഥനും എല്ലാം വഴിവിളക്കായി നിൽക്കേണ്ടത്. ഇപ്പൊ നമുക്കറിയാം, ഗുരുവിന്റെ തന്നെ ഉപദേശത്തെ സംഗ്രഹിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് പലപ്പോഴും ഇതിൽ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഈ അമ്മ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കഴിക്കരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, അങ്ങനെ തുടങ്ങി ജനനം മുതൽ അക്ഷരാഭ്യാസവും വിവാഹവും അന്ത്യേഷ്ടി വരെയുള്ളതായ കാര്യങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് ധാർമ്മികമായി. അപ്പോ ആ അതിന് ധർമ്മശാസ്ത്രം എന്ന് പറയാം. ഈ ധർമ്മശാസ്ത്രവും ഇതിൽ തിരുമന്ത്രത്തിൽ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ ധർമ്മശാസ്ത്രമായി, വേദാന്തമായി, പിന്നെ യോഗ ദർശനം എന്ന് പറഞ്ഞ ഒരു അധ്യായം ദർശനമാലയിലുണ്ട്, നമുക്കറിയാം.
ഇതിലും ഏതാണ്ട് 100 ശ്ലോകങ്ങൾ യോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഭക്തി ദർശനം എന്ന് പറയുന്ന വേറൊരു അധ്യായമുണ്ട് ദർശനമാലയിൽ. ഇതിലും വളരെ പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള ഭക്തി, ശൈവ ഭക്തി, ശാക്തേയ ഭക്തി. ശാക്തേയം എന്ന് പറഞ്ഞാൽ ദേവി, ശൈവ ശിവൻ. അപ്പോ അതിനർത്ഥം മറ്റുള്ളതിനെ നിരാകരിച്ചു എന്നല്ല. പിന്നെയോ ശിവം എന്ന് പറഞ്ഞാൽ സകലമാന ദേവീ സങ്കല്പങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ശാന്തിയാണ് ആ പരമ്പൊരുൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭക്തിയും ഇതിലുണ്ട്. പിന്നെ കർമ്മമാണ്. നമ്മളെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലിരുന്ന് ചെയ്യുന്ന ആ സ്വരൂപം തന്നെയാണ്. ആ സ്വരൂപത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുകയും കുളിച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്നത് പോലും ആ ഭഗവാന്റെ അരുളുള്ളത് കൊണ്ടാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭക്തി ഇതിലെ പ്രതിപാദ്യമാണ്. ഇതിലേത് ശ്ലോകം നോക്കിക്കഴിഞ്ഞാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഉപനിഷത്തുക്കളുമായും ഗുരുദേവകൃതിയുമായും ഒക്കെ ഒരു സ്ഥലത്ത് പറയാണ്, അതിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ കയ്യിലിരിക്കുന്ന കൽപ്പക വൃക്ഷക്കനി ഭക്ഷിക്കാതെ കളഞ്ഞ് കാഞ്ഞിരക്കനിയെ തേടി ഭക്ഷിച്ച് വിഷം കൊണ്ട് ചിലർ മരിക്കുന്നു എന്ന് ഗുരുദേവൻ പറയുന്നില്ലേ? അതേ ആശയം പറയുന്നൊരു ശ്ലോകമാണ് ഊട്ടിയ തെൻപു മണം കണ്ട് ഇരതമം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ പറയുന്നത് ഈ ജന്മം ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ഈ ശരീരം നിലയറ്റു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ നിലനിർത്തുന്ന പരമ്പൊരുളിനെ കാണാൻ നമ്മൾ ശ്രമിക്കണം. ഇതാണ് നാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മാ കുരു ധന ജന യൗവന ഗർവം, ധനത്തിന്റെ പേരിലോ ബന്ധുക്കളുടെ പേരിലോ അതല്ലെങ്കിൽ അധികാരത്തിന്റെ പേരിലോ ഗർവ് പാടില്ല. ഇപ്പൊ ഞാൻ ചൊല്ലിയത് ശങ്കരാചാര്യരുടെ വരികളാണ്. മാ കുരു ധന ജന യൗവന ഗർവ എന്ന ഒറ്റ വരിയില് പറഞ്ഞ കാര്യം തിരുമൂലർ 40ഓളം ശ്ലോകങ്ങളിലായിട്ട് അതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും 3000 ശ്ലോകങ്ങളായി മാറിയത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ഈ ലോകത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് വരും പോകും. അതിന്റെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: തന്നത് ചായേ തനക്കുതവാതു കണ്ട് എന്ന് തുടങ്ങുന്ന അതൊരു നിഴലാണത്ര ഈ കാണുന്ന ലോകം. ഇത് നമുക്കറിയാം, നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കി എന്ന് പറയുന്നതായ ഭാഗം പല ഭാഗങ്ങളിലുണ്ട്. അതേ ആശയം തന്നെയാണ്. അപ്പോ ഞാൻ ചുരുക്കുകയാണ്. തിരുമന്ത്രം എന്ന കൃതി ശൈവ സിദ്ധാന്തത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു ആഗമശാസ്ത്രം. ആ ആഗമശാസ്ത്രം എന്നത് നമ്മുടെ ഭാരതത്തിൽ 2 തരത്തിലുള്ള അറിവുകളാണ്. വേദവും ആഗമവുമാണ്. ഈ രണ്ടും അറിഞ്ഞ് ഒരു മഹാത്മാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ: വേദാഗമസാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ. വേദാഗമസാരങ്ങൾ അറിഞ്ഞ ഒരേ ഒരു മഹാത്മാവ് കുമാരനാശാൻ പറഞ്ഞതാ. അപ്പോൾ
വേദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, ഉപനിഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് പൊതുവേ ഗുരുദേവ കൃതികളുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ ആഗമവുമായി ചേർത്ത് വെച്ചിട്ടുള്ളത് വളരെ കുറവേ ഉള്ളൂ. ഞാനിത് പറയുമ്പോൾ ഭക്തിപൂർവവും നന്ദിപൂർവവും ഞാൻ സ്മരിക്കുന്ന ഒരു മഹാത്മാവാണ് ഡോക്ടർ ടി ഭാസ്കരൻ. ഡോക്ടർ ടി ഭാസ്കരനാണ് ഗുരുവിന്റെ ഈ ആഗമ ബന്ധത്തെക്കുറിച്ച് ഒരുപക്ഷെ ആദ്യമായി എഴുതിയത്. അതിനുശേഷം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ആരും എഴുതിയിട്ടുമില്ല. തിരുക്കുറളിനെ കുറിച്ച് ഞാൻ തന്നെ ഒരു ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ തിരുക്കുറള് 4 അധ്യായം ഗുരുവിന്റെ മൊഴിമാറ്റമുണ്ട്. അപ്പൊ തമിഴ് ആഗമ സിദ്ധാന്തത്തെക്കുറിച്ച്, അതിന്റെ പൊരുളിനെ കുറിച്ചും ആഴത്തിൽ ഉള്ള അറിവുള്ള ഗുരുവിന്റെ കൃതികൾ പഠിക്കുന്ന ഓരോ പഠിതാവും ഈ തിരുമന്ത്രം, തിരുക്കുറൾ, തിരുവാചകം, ഇത് 3 ചേർത്തിട്ടുള്ള പറയുന്നത് മുമ്മുണി പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്, ആഗമത്തിന്റെ പ്രസ്ഥാനത്രയം. അത് കൂടി പഠിക്കാൻ ശ്രമിക്കണം എന്ന ഒരു ചെറിയ നിർദ്ദേശത്തോടുകൂടി നിങ്ങൾക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ കൂട്ടിച്ചേർക്കലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയാനുള്ള സമയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രദ്ധയോടെ ഇത് ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.